ഒരു കുട്ടി 12ാം ക്ലാസ് പാസ്സായി അവർക്ക് ഗ്രൗണ്ട് ക്ലാസ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ പറയുന്ന മെറ്റീരിയോളജി, നാവിഗേഷൻ, റെഗുലേഷൻ, ടെക്നിക്കൽ, സ്പെസിഫിക്, ടെക്നിക്കൽ, ജനറൽ, ഈ 5 സബ്ജക്റ്റും പാസ്സായി RTR എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. അതായത് വയർലെസ് ഉപയോഗിക്കാനായിട്ട് നമ്മുടെ നാട്ടിലൊരു ലൈസൻസ് ഉണ്ട്. കോമൺവെൽത്ത് കൺട്രീസിലെല്ലാം ഉണ്ട്. RTR ലൈസൻസ് എടുക്കണം. അത് കഴിഞ്ഞാൽ നമ്മൾ ഫ്ലൈ ചെയ്യാൻ പോവുകയാണ്. ഈ ഫ്ലൈ ചെയ്യുന്നതിന് തന്നെ നമുക്ക് 4ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഒന്ന് നമ്മൾ വിഷ്വലി ഫ്ലൈ ചെയ്യണം എന്ന് പറയും. വിഷ്വലി ഫ്ലൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ കാർ ഓടിക്കില്ലേ, അതേപോലെ നമ്മൾ വഴി കാണുന്നുണ്ട്, നമ്മൾ വഴി നോക്കുന്നു, നേരെ പോകുന്നു, റൈറ്റ് കാണുന്നു, റൈറ്റ് എടുക്കുന്നു. ഇതാണ് നമ്മൾ VFR അല്ലെങ്കിൽ വിഷ്വലി ഫ്ലൈ ചെയ്യുന്നതെന്ന് പറയും. ഇനി നമ്മൾ പറന്ന് പൊങ്ങി നമ്മളുടെ കയ്യിലൊരു മാപ്പ് ഉണ്ടാവും. മാപ്പിനകത്ത് കാണുന്ന വേ പോയിൻറ്റ്സ് നമ്മളെ താഴെ അനലൈസ് ചെയ്തിട്ട്, ഇപ്പോൾ ട്രിവാൻഡ്രത്ത് നിന്ന് പറക്കുകയാണെങ്കിൽ താഴെ നമ്മൾ ലുലു എന്ന് പറയുന്നതായിരിക്കും ഒരു വേ പോയിൻറ്റ്. നമ്മൾ ലുലു കണ്ടു, അവിടുന്ന് 30 ഡിഗ്രീസ് ടേൺ ചെയ്യാൻ പറയുന്നത്, നമ്മൾ ടേൺ ചെയ്യുന്നു. ഓക്കെ, സിമ്പിൾ. പക്ഷേ ഒരുപാട് പൊക്കത്തിലാണെങ്കിൽ ഈ ലുലു കാണാൻ പറ്റും. ഇരുട്ടാണെങ്കിൽ കാണാൻ പറ്റും, വെതറിനകത്താണെങ്കിൽ കാണാൻ പറ്റും ഇല്ല. അപ്പം എന്ത് വേണം? നമുക്ക് ഇൻസ്ട്രുമെൻറ്റ് റേറ്റിംഗ് വേണം. അതായത് ഇൻസ്ട്രുമെൻറ്റ്സ് ഉപയോഗിച്ച് ഫ്ലൈ ചെയ്യാൻ പഠിക്കണം.